നമസ്കാരം. എന്നുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുക? മഴയൊക്കെ ആയില്ലേ? നല്ല മഴ എവിടെ കേട്ടോ. എത്ര ദിവസമായെന്നറിയാമോ തുടങ്ങിയിട്ട്? ഇന്നിപ്പം 3-4 ദിവസമായി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ടി വി കൂടെയൊക്കെയുള്ള നല്ല എന്നതാ അല്ലേ വാർത്തകൾ. ശരിക്കും പറഞ്ഞാൽ ടി വിയും പത്രമൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടവും കൂടെ വരും. ഈ മനുഷ്യനെന്താ ഇങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊണ്ട് ഇന്നലെ കണ്ടില്ലേ, ഒരു കൊച്ചു പെണ്ണെ പുഴയെ കൊണ്ട് കളഞ്ഞത്. അതിൻ്റെ ശരീരം കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്ത് കഷ്ടമാല്ലേ. വല്ലയിടത്തും എന്തോ ഒരു അമ്മത്തൊട്ടിൽ പോലുള്ള ഇതുണ്ട്, അവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു. കൊച്ചു ജീവനോടെ എവിടെയെങ്കിലും ഇരുന്നല്ല, ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു. അതൊക്കെ ആക്ഷേപമാണ്. മറ്റുള്ളവർ ആ കൊച്ചിനെ വളർത്താൻ അത് ഇവർക്ക് മോശമാണല്ലോ അല്ലേ. എന്തോരം പേർക്ക് മക്കളില്ലാണ്ട് ജീവിക്കുന്നത്. അത് പോട്ടെ, നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അന്നത്തെ ഒരു ദിവസം പോയി. അതാ നമുക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനോ നമുക്ക് എന്നു പറഞ്ഞാൽ മൊത്തം ഒരു മാനസിക വിഷമമായിരിക്കും. പിന്നെ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഈ കുഞ്ഞു പിള്ളേരെ കാണുമ്പോഴൊക്കെ ഒരു ചിന്തയായിരിക്കും. ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്താണോ? മനുഷ്യൻ്റെ ഒരു ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്നാലും എന്തെങ്കിലും അവിടെ നിന്നൊക്കെ വിട്ടടിച്ച് പൊക്കോണമെന്നേ, വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോണം. അവിടെ ഒന്നും കിടന്ന് നിറയുക. ഇപ്പം ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിലും എന്താണെങ്കിലും നമ്മളിങ്ങനെ എന്തോരം വീഡിയോകൾ കാണുന്നൊക്കെ ഓരോരുത്തരും കിടന്നിങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാരെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും, അല്ലെങ്കിൽ നമ്മളതൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമെന്ന് ഓർത്തുകൊണ്ടായിരിക്കുമല്ലോ ഒത്തിരി വീഡിയോകൾ ഇടുന്ന ആൾക്കാർ. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എന്തെങ്കിലും ഒരു പണി കണ്ടുപിടിച്ച് അവനവൻ്റെ കാര്യം നോക്കി സ്വന്തം കാലിൽ നിൽക്കുക. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും തക്കതായൊരു പണി എന്താണേലും ഇന്നത്തെ കാലത്ത് ഒരു 10,000 രൂപയ്ക്കുള്ള പണി എന്താണേലും കിട്ടും ഇല്ലേ. അതും മതി അത്യാവശ്യം ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ. വേറെ ഒരു ചുമതല ഏറ്റെടുക്കരുതെന്നേ. എല്ലാം കൂടെ നമ്മൾ ഏറ്റവും പറഞ്ഞിട്ട് തലയിലേറ്റ് ഏറ്റുവെക്കാതിരിക്കുക ആദ്യം തന്നെ. അതാ വേണ്ടത്. പിന്നെ മറ്റുള്ളവരെന്ത് പറയുമ്പോഴും അതൊക്കെ ഒന്ന് അരിച്ചും പെറുക്കിയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാവുള്ളൂ. പലരും പലതും പറയും നമ്മുടെ ചുറ്റും കിടന്ന്. നമ്മുടെ കുടുംബത്തിലുള്ളവരാണെങ്കിലും സമൂഹത്തിലുള്ളവരാണെങ്കിലും ഒക്കെ അതിനെയൊക്കെ എല്ലാം കൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല ഇല്ലേ. ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്കും പറ്റുന്ന കുഴപ്പം എന്നാന്ന് വെച്ചാൽ വീട്ടിലുള്ളവരും പറഞ്ഞു കേൾക്കണം, നാട്ടിലുള്ളവരും പറഞ്ഞു കേൾക്കണം, സ്വന്തം കുടുംബത്തിലുള്ളവർ പറഞ്ഞു കേൾക്കണം. അങ്ങനെ എല്ലാം കൂടെ കേൾക്കാൻ തുടങ്ങുമ്പോൾ ഒരു സമാധാനം ഇല്ലാണ്ട് ആകുകയും ചെയ്യും. ഓരോ കടുങ്കയ്യുമായിട്ട് ഇറങ്ങുകയും ചെയ്യും. എന്നാൽ ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അവനവൻ്റെ കാര്യം നോക്കി എന്തെങ്കിലും ഒരു ജോലിയും കണ്ടു. എന്തോ ഒരു ഹോസ്റ്റലുകളുണ്ട്, അവിടെയൊക്കെ പോയി താമസിച്ചോളുക. അല്ലെങ്കിൽ 10,000 രൂപ കിട്ടിയാലും നമ്മുടെ കാര്യം വട്ടച്ചെലവായില്ലേ, അങ്ങനെ പോയി താമസിക്കുക. ഇത് ശല്യമായിട്ട് പിന്നെയും കൂടുമായിരിക്കും. ഇത് നമുക്ക് പറയത്തില്ലല്ലോ. ഇവർ ഈ പുറകെ നടന്ന് ശല്യം ചെയ്യണ മനുഷ്യരെ കണ്ടിട്ടില്ലേ. ഞാൻ ഒരു കലം കച്ചവടക്കാരിയുടെ കഥ പറഞ്ഞേപ്പിക്കുക. പുള്ളിക്കാരിക്ക് കലത്തിൻ്റെ ബിസിനസ്സായി തലച്ചുമടെ കലം നടന്നുകൊണ്ടിരുന്ന അവരുടെ മകൻ പ്രായമായി കഴിഞ്ഞപ്പം ഈ അമ്മയും മകനും കൂടെ കലത്തിൻ്റെ ബിസിനസ്. അപ്പം മകനൊരു ഓട്ടോറിക്ഷ മേടിച്ച് ഓട്ടോറിക്ഷ കലം കച്ചവടമായിട്ട് ഇങ്ങനെ വീടുകൾ തോറും വന്നു. ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു കപ്പളങ്ങ എന്ന് പറയുന്ന സാധനം നിൽപ്പുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, ഒരു കപ്പളങ്ങ തരാവോ, തോരൻ വെക്കാമല്ലോ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ചുമ്മാ എൻ്റെ അവസ്ഥ വശാ പറഞ്ഞു, അതിന് പഴുത്താ വലിയ മധുരമൊന്നുമില്ല, തോരനൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു കപ്പളങ്ങ എടുത്തുകൊണ്ട് കൊടുത്തു. ഈ മകൻ ജന്മകാലത്ത് സമ്മതിക്കില്ല. നിങ്ങൾക്ക് എവിടെ പോയാലും ഇങ്ങനെ നമ്മൾ സാധാരണ പറയില്ലേ, എവിടെ പോയാലും നിങ്ങൾക്ക് എന്തെങ്കിലും വേണം, അവർ പറഞ്ഞില്ലേ അത് പഴുത്താ കൊള്ളില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് വെച്ചപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട് അത് തോരൻ വെച്ചാൽ നല്ലതാടാ, നമുക്ക് കറി വെക്കാമല്ലോ നാളെ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഈ മകൻ സമ്മതിക്കില്ല. ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളിലും ഇങ്ങനെ മക്കളും ഭർത്താക്കന്മാരും ഒക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന ആ അമ്മ, അത് പ്രായമായൊരു സ്ത്രീ, ഒരു 10-75 വയസ്സെങ്കിലും ഉണ്ടെന്ന് തോന്നണേ. അവരാണ് നല്ല പക്കാ ബിസിനസ്സുകാരി. അവർക്ക് അറിയാം ബിസിനസ് എങ്ങനെ ചെയ്യേണ്ടത്, എത്ര രൂപ പറയണം എന്നുള്ള രീതിയിൽ അവർ ഞാനൊരു ചട്ടി മേടിക്കുകയും ചെയ്തു. പക്ഷേ ഈ മകൻ എന്ന് പറയുന്ന സാധനം ഒന്നും പറയണമില്ല, നമ്മളോടൊന്നും ഇറങ്ങി വന്ന് കലത്തിനെ കുറിച്ച് ഒരു മേന്മ പോലും പറഞ്ഞില്ല. പുള്ളിക്കാരി 2 കലം കൂട്ടി ഇടിച്ചും ഒക്കെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഈ മകൻ എന്ന് പറഞ്ഞ ആൾ ഈ ഓട്ടോറിക്ഷ തന്നെ ഇരിക്കുക. അവസാനം ഈ അമ്മ കപ്പളങ്ങയുടെ കാര്യം പറഞ്ഞാൽ കപ്പളങ്ങ പറിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മകൻ്റെ സ്വഭാവം മാറുന്നത്. ഉടനെ മകൻ വന്നിച്ച് പറയുകയാണ്, അത് നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഈ സാധനം മേടിയില്ല ഉള്ളൂ, അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ചീത്ത പറയാം. എന്നിട്ട് വേറെ തൊഴിലൊന്നുമില്ലാത്ത ഈ തള്ള ഇങ്ങനെ എല്ലാ ചേർത്തും ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് ഓർത്തു നോക്കി. അവരെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ, അവർ മേടിച്ചെങ്കിൽ മേടിക്കട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരുന്ന പ്രശ്നം തീർന്നു. എല്ലാ കാര്യത്തിലൊന്നും ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരാൾ. അത് അവരൊരു മോശമായ ഒരു കാര്യം സ്ത്രീ ചെയ്തിട്ടില്ല. ആ സ്ത്രീ ആകെ പറഞ്ഞ കപ്പളങ്ങ ഞാൻ ചുമ്മാ പറഞ്ഞ പഴുത്താ കൊള്ളില്ല,
കറി വയ്ക്കാനേ കൊള്ളുള്ളൂ, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്താതെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടേണ്ട അവസ്ഥയും കൂടെ വന്നു. ഒന്ന് ഓർത്തു, ആ കലത്തിൻ്റെ പൈസ ഒരു ചട്ടി ഇല്ലേ മീനൊക്കെ ഉണ്ടാക്കുന്നത്, ആ ചട്ടിക്കൂട്ടെണ്ണം മേടിച്ചു. ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഇറക്കി വിടേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ. ഈ എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യ സ്വാതന്ത്ര്യം ഇല്ലാണ്ട്, അത് പ്രായമായവരാണേലും ചെറുപ്പക്കാരാണേലും ഒരു സ്വസ്ഥതയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ചിന്തിച്ചോ അത് ശരിയാണോ? അപ്പം ഇന്നത്തെ സമൂഹത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ അതുകൊണ്ട് രക്ഷയില്ലാണ്ട് പോയി മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നോർത്തോണ്ട് നിരപരാധികളായി കുഞ്ഞുങ്ങളെ കൊണ്ട് കൊല്ലണതിൽ എനിക്ക് വിഷമമുള്ളൂ. അവനോ പോയി എന്താണെന്ന് വെച്ചാൽ കാണിക്കും, പറഞ്ഞാലും മനസ്സിലാവില്ല. ജീവിക്കാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ടെന്നേ. എന്തോരം ഇടത്ത സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ ഈ ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ, മിക്ക കടകളുടെ ഫ്രണ്ടിലും എഴുതി വെച്ചേക്കണം സ്റ്റാഫിന് ആവശ്യമുണ്ട് എന്ന്. നമ്മളൊരു പണി അന്വേഷിച്ചിറങ്ങുക, ആക്ഷേപമൊന്നും വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ജീവിക്കാൻ മാർഗം വേറെ ഒന്നും ഇല്ലെങ്കിൽ ഒരു ആക്ഷേപത്തിൻ്റെ അവിടെ കാര്യമില്ല. പോയി ഇറങ്ങി വല്ല പണിയും ചെയ്ത് ജീവിക്കാൻ നോക്കുക. എന്തോരം പേരങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അല്ലാണ്ട് ഇത് കൂട്ട് തെമ്മാടിത്തരം കാണിക്കുകയാണോ? പാവപ്പെട്ട ഒരു കൊച്ചിനെ കൊന്നിട്ട് ഇനി എന്ത് ജീവിതകാലം മുഴുവനൊരു സങ്കടമായിട്ട് കിടക്കുമല്ലേ ഉള്ളൂ. ചിന്തിച്ച് നോക്കി, ഒരു നിരപരാധിയായ ഒരു കുഞ്ഞു കൊച്ചിനെ അതിനെ എടുത്തോണ്ട് പോകുന്ന CCTV ക്യാമറയ്ക്കകത്ത് കണ്ടിട്ട് തന്നെ സങ്കടം വന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഇത് എൻ്റെ തൊണ്ട ഇതായിട്ട് കേട്ടോ ചുമച്ചെനിക്ക് അപ്പടി ചുമയാണ്, മഴ നനഞ്ഞിട്ടാന്ന് തോന്നുന്നു. അപ്പം മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ. ചുമ്മാ ആവശ്യമുള്ളതിനെ അരിച്ച് നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുക, ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളുക. ഉള്ളതെല്ലാം നമ്മൾ ഏറ്റെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കേൾക്കുക എന്ന് വെച്ചാലും അത് വലിയ പാടാണ്. അങ്ങനെയൊന്നും ആർക്കും സാധിക്കില്ല. ആവശ്യമുള്ളത് കേൾക്കാൻ ശ്രമിക്കുക, പറയാൻ ശ്രമിക്കുക, ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ ജീവിതത്തിലൊരു മാറ്റങ്ങൾ വരും. എല്ലാ കാര്യവും ഞാനില്ലെങ്കിൽ അതിനുശേഷം പ്രളയമാണെന്ന് പറഞ്ഞ് നടക്കുന്ന സ്വഭാവം കളയുക. നമ്മളില്ലെങ്കിൽ ഈ ലോകം ഇങ്ങനെയൊക്കെ പോകും. അപ്പം എല്ലാ കാര്യത്തിലും ഇങ്ങനെ അങ്ങനെയുള്ളവർക്കാണ് ഈ വിഷമങ്ങളും ഇങ്ങനെ ഈ അവനവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത്. നമുക്ക് എന്നൊക്കെ രീതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരാണ് അതിൻ്റെ കൂടെ ജീവിക്കാതിരിക്കുക. എന്തോരം മാർഗങ്ങൾ, എന്തോരം നിയമങ്ങളുണ്ട്. അതൊന്നും വിചാരിക്കാൻ പാടില്ല. ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്നോ അല്ലെങ്കിൽ ഒരു കോടതിയിലോട്ട് ചെന്ന് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ രക്ഷപ്പെടാൻ നോക്കുകയല്ലാണ്. അതിനെ ഒഴിവാക്കി വിടുക. പിന്നെയൊക്കെ പുറം ശല്യമായിട്ടാണെന്ന് അവനെയൊക്കെ പിടിച്ചെടുത്തോ അകത്തോട്ട് ഇട്ടേക്കും. അതല്ലേ വേണ്ട. അല്ലാണ്ട് ഇങ്ങനെ ഈ നിരപരാധിയായ ഒരു കൊച്ചിന് എന്തോരം പേര് രണ്ടാം വിവാഹം കഴിക്കണവരും ഡൈവോഴ്സായി പോണവരും ഒക്കെയുണ്ട്. അവർ വേറെ കല്യാണം കഴിക്കണവരും ഉണ്ട്, വേറെ സമാധാനത്തോടെ ജീവിക്കുന്നവരും ഉണ്ട്. നമുക്ക് പറ്റിയതല്ലെങ്കിൽ ഇട്ടിട്ട് പോരും. അവിടെ കിടന്നിട്ട് അലമ്പും വെച്ച് പടയും വെച്ച് ഒരു കുരുന്നിൻ്റെ ജീവൻ, അത് നിരപരാധിയല്ലേ, അതിൻ്റെ ജീവനും കളഞ്ഞിട്ട് എന്ത് കിട്ടി? ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇന്നിപ്പോൾ TV തുറന്നാൽ അതല്ലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ രാവിലെ എനിക്കിട്ട് സങ്കടവും കൂടെ വന്നു കേട്ടോ. എന്തൊരവസ്ഥയാണിത്. മനുഷ്യൻ്റെ കാര്യം അതോ എന്തോരം കേട്ടാലും പഠിക്കില്ല കേട്ടോ. എന്തോരം വാർത്തകളാണ് ഷൈനിയായി അവരായി ഇവരായി ഒത്തിരി സ്ത്രീധനമായി അതായി കുടുംബത്തിൽ പ്രശ്നമായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നത് ഇല്ലേ. ഈ നെഗറ്റീവ് കേട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. രാവിലെ എണീറ്റാൽ ഒന്നാമത് നമ്മുടെ വീട്ടിലുള്ളവർ TV വയ്ക്കും. TV വയ്ക്കുമ്പോൾ കേൾക്കണ വാർത്ത എന്താ? ഇത് കൂട്ടി നെഗറ്റീവ് മാത്രം. പത്രം എടുത്താൽ എന്താ? നെഗറ്റീവ് മാത്രം. അപ്പം നമ്മളും ഇങ്ങനെ ഓവർ തിങ്കിങ് ആണ്. നമ്മുടെ ഉള്ളിൽ ഉത്കണ്ഠയാണ്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ആണോ, അടുത്താണോ, ഇങ്ങനെയാണോ, നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. നമ്മുടെ മക്കൾ ചിന്തിക്കാൻ തുടങ്ങും. അത് പിള്ളേർക്ക് സ്വൈര്യമുണ്ടോ? ഇനി ഇതൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ പിള്ളേർ ഉത്കണ്ഠയാണ്, മാതാപിതാക്കൾക്ക് ഉത്കണ്ഠയാണ്. അയ്യോ ഇനി എന്ത് കോഴ്സ് എടുക്കും? ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ +2ൻ്റെ ഒക്കെ റിസൾട്ട് വന്നില്ലേ. ഇനി എന്ന് പറഞ്ഞാൽ പിള്ളേർക്കും കാണുക. ഒരു കോഴ്സ് ഒരാൾ പറയുമ്പോഴത്തേക്കും അടുത്ത കോഴ്സ് വേറൊരാളുടെ ചോദിക്കും. അടുത്ത കോഴ്സ് ഏത് കോഴ്സാണെന്ന് അറിയാൻ വേണ്ടി പിള്ളേർക്കും ഒരു ടെൻഷനാണ്. അവനവന് ഇഷ്ടമുള്ളൊരു കോഴ്സ് പോലും ഒരു കൊച്ചിനെ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വരും. ജോലി സാധ്യത, ഇനി ഒരു ജോലി എങ്ങാനും കിട്ടില്ല, അവൻ്റെ കാര്യം കട്ടപ്പോകാം. അവൻ കോളേജിനെയും ചീത്ത പറഞ്ഞ്, അവൻ പഠിച്ച സ്ഥാപനത്തിനെയും ചീത്ത പറഞ്ഞ് അവനിങ്ങനെ നടക്കും. അത് തന്നെയാണോ? എപ്പോഴാണ് ഉത്കണ്ഠ തീർന്നത്? ഒരു കല്യാണം കഴിച്ചാൽ ഉത്കണ്ഠ, പ്രായമായവർക്കാണെങ്കിലോ മരിക്കുമെന്നുള്ള ഉത്കണ്ഠ, രോഗം വരുമെന്ന് ഉത്കണ്ഠ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അപകടം കണ്ടോ നമ്മുടെ വീട്ടിൽ സംഭവിക്കുമെന്ന് ഉത്കണ്ഠ. നമ്മളേത് ലോകത്താണ് ജീവിക്കുന്നത്? നമുക്ക് സ്വൈര്യം പറയണ ജീവിതത്തിലില്ല. ആവശ്യമില്ലാത്ത എല്ലാം ആദ്യം തന്നെ ഉണ്ടല്ലോ, ഈ TVയും പത്രമൊക്കെ ഉണ്ടല്ലോ, അതേപോലെ സീരിയലുകൾ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് പതുക്കെ നമ്മൾ നിർത്തുകയാണെങ്കിൽ നമുക്ക് കുറേ സമാധാനം കിട്ടും കേട്ടോ. ഈ അലമ്പ് കൂടുന്ന സീരിയലല്ലാണ്ട് ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു സീരിയൽ പോലും ഇല്ല.
ഒന്ന് ചിന്തിച്ച് നോക്ക്. സിനിമകൾ വന്നതോ അതിലും കഷ്ടമായിട്ട്. കാര്യം പറഞ്ഞ് ഇതൊക്കെ ആ കലേനെ കലയായിട്ട് തന്നെ കണ്ടാൽ മതി എന്ന് പറയും. കലേനെ കലയായിട്ട് തന്നെ കാണുന്ന ആ മനസ്സുള്ളവർക്കേ പറ്റുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ സിനിമ, അല്ല ആ ജീവിതമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഇതൊക്കെ പാടാവും. അതേപോലെ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ, രാവിലെ തൊട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പം തന്നെ ഞാൻ ആ കൊച്ചിനെ എനിക്ക് സങ്കടമാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുന്ന കേസാണത്. അത് അവനവൻ തന്നെ അവനവൻ്റെ കുഞ്ഞിനെ നോക്കുക എന്നുള്ളത്. ഇനി ജീവിതകാലം മുഴുവൻ പെണ്ണ് ഏത് ജയിലിൽ കയറി കിടന്നാലും എവിടെ പോയി കിടന്നാലും എത്ര കേസിന് വിധിച്ചാലും ജീവപര്യന്തം വധശിക്ഷയ്ക്ക് വിധിച്ചാൽ പോലും ആ നിമിഷം വരെ ആ മനസ്സിലെ വിഷമം കിടക്കും, ആ കൊച്ചിനെ പുഴ കൊണ്ടിട്ട് ഇല്ലേ. ഇനി അവൻ എന്ന് പറയുന്ന അതിൻ്റെ കെട്ടിയവനോ കുടുംബക്കാരോ മോശം എങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ അതൊരു വിഷമമായിട്ട്, ഒന്നും ഉണ്ടെങ്കിലും ഇല്ലേലും ഒരു വിഷമം കാണാണ്ടിരിക്കില്ലല്ലോ. ഒരു കൊച്ചു മരിച്ചു പോയില്ലേ, ആ കൊച്ചിൻ്റെ കളിയും ചിരിയും എല്ലാം ഒന്ന് ഓർത്ത് നോക്കി. അപ്പം നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഉത്കണ്ഠകളെ ഒക്കെയാണ് നമ്മൾ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി. നമ്മൾ എന്തിനാവശ്യമില്ലാത്ത ചിന്തിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത്? നമുക്കൊരു കൊച്ചു ജീവിതമുള്ളൂ. അപ്പം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക, ആവശ്യമില്ലാത്തതിനൊക്കെ പുറന്തള്ളുക. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ബന്ധങ്ങളെയും പുറന്തള്ളിക്കൊള്ളുക. അതാണ് വേണ്ടത്. എല്ലാം ഒന്നും നമുക്ക് നന്നാക്കാനൊന്നും സാധിക്കില്ല ഈ ലോകത്ത്. എല്ലാവരും ഒന്നും ഇത്ര സ്നേഹം കാണിച്ചാലും മനുഷ്യൻ്റെ ഉള്ളിൽ സ്നേഹം ഇല്ല, അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ പറയും സ്നേഹം ഉള്ളിടത്താണ് ഇങ്ങനെ വരില്ലായിരുന്നു, ചേർത്ത് നിർത്തിയായിരുന്നു ഇങ്ങനെ വരില്ലായിരുന്നു എന്നൊക്കെ പറയും. ഒരു മനുഷ്യനും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി ഓരോരുത്തരെ സ്നേഹിക്കുകയുള്ളൂ. ഇനി സ്നേഹം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഒരു വികാരമാണ്. ആ വികാരമൊന്നും എല്ലാവർക്കും ഒന്നും എപ്പോഴും അത് ദേഷ്യം വരും പോലെയും കരച്ചിൽ വരും പോലെയും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വിഷമിച്ചിരിക്കുന്ന അവസ്ഥ പോലെയൊക്കെ വരുന്ന ഒരു സാധനമുള്ളൂ. അതൊന്നും എല്ലാവർക്കും ഏത് സമയം ഇല്ല. അതാ ഒരു കുറച്ച് സമയത്തേക്ക് ഏതെങ്കിലുമൊക്കെ സമയത്ത് മനുഷ്യൻ്റെ ഉള്ളിൽ വന്നു പോകുന്നേ ഉള്ളൂ. അല്ലാണ്ട് സ്നേഹം എനിക്ക് ഏത് സമയം എൻ്റെ കെട്ടിയവൻ എന്നെ സ്നേഹിക്കും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഏത് സമയം സ്നേഹിക്കും എന്നും പറഞ്ഞൊന്നും നമ്മൾ പൊട്ടത്തരം കൊണ്ട് ഇരിക്കണ്ട. അങ്ങനെയൊന്നും എപ്പോഴൊന്നുമില്ല. അത് എത്ര വലിയ സൈക്കോളജിസ്റ്റുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പോലും പറയും അതിനൊക്കെ ഒരു പരിധിയുള്ളൂ. അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവരോരോ സ്വാർത്ഥ ലാഭത്തിനും അല്ലെങ്കിൽ അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കിട്ടാനും ഒക്കെ നമ്മൾ വേണം. ഇപ്പം ഒരു പെണ്ണ് കല്യാണം കഴിച്ചു പോയാൽ അവൾക്ക് അയാളുടെ കൊച്ചുങ്ങളുണ്ടായി കഴിഞ്ഞാൽ മക്കളെ വളർത്താൻ ഒരു ഭാര്യ വേണം, അയാൾക്കുടെ സുഖങ്ങളിൽ ഒരു ഭാര്യ വേണം, അയാൾക്കുടെ കാര്യങ്ങൾ നടന്നു പോകാൻ ഒരു ഭാര്യ വേണം. അതൊക്കെ ഇന്നിപ്പോൾ കാണുന്നുള്ളൂ. ഒരു ബിസിനസ്സാണ് ഇതൊക്കെ. ശരിയാണ് ഞാനീ പറഞ്ഞത്, നിങ്ങളും ചിന്തിച്ചു നോക്ക്. ശരിയാണ്. അതല്ലാത്ത ഒരു ബന്ധം എന്ന് പറയുന്നത് ഭാര്യ അത് തന്നെയാണ്. ഒരു ATM കൗണ്ടർ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥന് വേണം. അതാണ് ഭർത്താവ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്. ഇനി അമ്മായിയപ്പനാണെങ്കിൽ അവരെ വാർദ്ധക്യത്തിൽ നോക്കാൻ. ഇത് നമ്മളിങ്ങനെ ഒരു സിസ്റ്റമായിട്ട് തുറന്നു പോയിക്കൊണ്ടിരിക്കുക. ഇത് പറയുമ്പോൾ പലർക്കും ഒന്നും പിടിക്കുകയൊന്നുമില്ല. ഇത് തന്നെ സംഭവിക്കുന്നത്. അല്ലാണ്ട് സ്നേഹമാണ്, കുടുംബബന്ധം കൂടുമ്പോൾ ഇമ്പമുള്ളതാണെന്നൊക്കെ പറയണമെങ്കിൽ ഒരു തമാശയും ചിരിയും കളിയും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ രസമുണ്ട്. അതൊന്നും എല്ലാ വീട്ടിലും എപ്പോഴും ഒന്നും ഇല്ല താനും. ആ കൂടുമ്പോൾ ഒരു കുറച്ച് നേരത്തേന് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ കുറച്ച് നേരത്തേന് ഒരു ഇമ്പം ഉണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോവുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, വീട്ടിലൊരു ഓണം വന്നു, വിഷു വന്നു, ക്രിസ്മസ് വന്നു, നമ്മൾ ആ സമയം ഭയങ്കര അടിച്ച് പൊളിച്ച് നമ്മൾ സന്തോഷത്തോടെയൊക്കെ ഇരിക്കും. 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ EMI അടയ്ക്കണം, വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കണം, അല്ലെങ്കിൽ വണ്ടിയുടെ EMI അടയ്ക്കണം, മക്കളുടെ ഫീസ് കൊടുക്കണം. നമ്മുടെ തലയിലേക്ക് വീണ്ടും ഉത്തരവാദിത്തങ്ങൾ കയറി. അപ്പോൾ പിന്നെ നമ്മളെവിടെ സന്തോഷിക്കുക? അപ്പം ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് ഭർത്താവുമായിട്ട് തമ്മിത്തല്ലിൽ തുടങ്ങുകയും ചെയ്യും. ഭാര്യയോട് ചോദിക്കും, ഭാര്യ കയ്യിൽ പൈസ ഇല്ലാന്ന് പറയുമ്പോൾ ഭർത്താവിനോട് ചോദിക്കും, ഭർത്താവിൻ്റെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകും. അമ്മയോട് ചോദിക്കും, അപ്പനോട് ചോദിക്കും, 2 പറഞ്ഞു 3 പറഞ്ഞു വഴക്കേലാകും. പിന്നെ ഇത് തന്നെ ആവർത്തനമാണ്. പിന്നെ പിറ്റേ ദിവസം എവിടെന്നെങ്കിലും അടച്ചു ഉണ്ടാക്കി പിന്നെ അതങ്ങ് മുന്നോട്ട് പോകും. ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ഇങ്ങനെ യാന്ത്രികമായിട്ടൊരു ജീവിതമേ ഉള്ളൂ. എല്ലാവർക്കും തന്നെ അതേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. അതാണ് കുടുംബജീവിതം. ഈ തല്ലും കുത്തും ഇടിയും അടിയും വല്ലപ്പോഴും ഒരു സ്നേഹവും ഒക്കെ ഉള്ളൂ. അല്ലാണ്ട് ഫുൾ ടൈം എന്നെ സ്നേഹിക്കുകയാണ്, എന്നെ ഇഷ്ടമാണ്, എനിക്ക് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ജീവിതം എന്നും പറഞ്ഞിരിക്കണം. അവന്മാരും മണ്ടന്മാരാണ്. ഉറപ്പായ കാര്യം. ഒരു ബോധമില്ലാത്തവരാണ്. ഒന്നും ചിന്തിക്കുന്നു പോലുമില്ല. അങ്ങനെ ജീവിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ ഏത് സമയവും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, എന്നെ എപ്പോഴും ഇരിക്കുക എന്ന് പറയും. നമ്മുടെ അടുത്ത് ഒരാൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഏത് സമയം കൂടെ ഇരുന്നാൽ മതി, എൻ്റെ ഒപ്പം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇരുന്നു ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഇതൊരു ശല്യമാണല്ലോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. ഇതൊന്ന് എനിക്ക് പോയായിരുന്നു, ഇത് ശല്യമായല്ലോ എന്നിങ്ങനെ ഇപ്പോഴും പറയാം എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടും. ഇത്രയേ ഉള്ളൂ.
അത് മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെയാണ് ഒത്തിരി സ്നേഹത്തെ നമ്മൾ ഇഷ്ടപ്പെടില്ല, ഒത്തിരി വെറുപ്പിനെ ഇഷ്ടപ്പെടില്ല. എല്ലാം അതിൻ്റേതായ ഒരു പരിധിയുണ്ട്. അതന്നെ, ആ പരിധിക്ക് അപ്പുറത്തോട്ട് എന്ത് വന്നാലും അത് നമുക്ക് ഇഷ്ടപ്പെടില്ല. സ്നേഹമാണേലും വെറുപ്പാണേലും വിദ്വേഷമാണേലും പിണക്കമാണെങ്കിലും എന്തൊക്കെ വികാരങ്ങളുണ്ടോ അതെല്ലാം അതിൻ്റേതായ ഒരു ലിമിറ്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇത് ചെയ്യും. അതിൻ്റെ ലിമിറ്റിന് അപ്പുറത്തോട്ടായി കഴിയുമ്പോഴല്ലോ നമുക്ക് വെറുപ്പാണ് തന്നെ, ദേഷ്യം വരും. ഇതൊന്നും മാറിപ്പോണില്ലല്ലോ എന്നുള്ള ചിന്തയിലേക്ക് വരും. മിക്ക ഭാര്യ ഭർത്താക്കന്മാർക്കും കുറച്ച് കാലം ഒന്നിച്ച് ജീവിച്ചു കഴിയുമ്പോൾ വെറുപ്പാകുമെന്ന് കേട്ടിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമല്ലാണ്ടാവും, ഒരു അകൽച്ച സ്വാഭാവികമായിട്ടുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. അത് അവരുടെയും കുഴപ്പമല്ല, അത് മനഃശാസ്ത്രജ്ഞന്മാരെ ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത്, കുറേ കഴിയുമ്പോൾ ഹോർമോണിൻ്റെ ചേഞ്ച് വരും, ഭാര്യമാർക്ക് കുറേ ഉത്തരവാദിത്തങ്ങൾ വരും, അമ്മ റോളാകും, ചിലപ്പോൾ അമ്മായിയമ്മ റോളാകും, മക്കളുണ്ടായി കഴിയുമ്പോൾ മുത്തശ്ശിയുടെ റോളാകും. ഇങ്ങനെ അവരോരോ റോള്. ഈ അപ്പന്മാർക്ക് ആ സമയത്ത് ഇവരോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ തുടങ്ങുമ്പോൾ ഇഷ്ടപ്പെടില്ല. കാരണം അവരുടെ പരിപാടികളൊന്നും തീരുന്നില്ല, മക്കളെ നോക്കണം, എല്ലാം നോക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ഈ ഏത് സമയവും ഇങ്ങനെ സ്നേഹമെന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടല്ലോ, അവർക്ക് വെറുപ്പ് തോന്നും. സ്വാഭാവികം മാത്രം. അവർ ദേഷ്യപ്പെടും. അപ്പം പറയും പണ്ടത്തെ അത്രയും സ്നേഹമില്ല, പണ്ട് അങ്ങനെയല്ല, പണ്ട് ഞാൻ അങ്ങനെ സ്നേഹിക്കുമായിരുന്നു, ഇങ്ങനെ സ്നേഹിക്കുമായിരുന്നു. ഇതൊക്കെ ഈ അപ്പം കാണുന്നത്. അത് കുഞ്ഞു പിള്ളേർക്ക് പ്രേമം നമ്മളൊന്ന് ചിന്തിച്ച്, കല്യാണം കഴിയുമ്പോൾ സ്നേഹം കാണിക്കുന്നത്, പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരെ ചിന്തിച്ച് നോക്കി. ആദ്യകാലത്ത് നമ്മൾ ആ പ്രേമിക്കുന്ന സമയത്തെ അതായിരിക്കില്ല, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോകും. ആ പ്രേമിക്കുന്ന സമയത്ത് ആ വല്ലപ്പോഴേ കാണുന്നുള്ളൂ, ആ കാണുമ്പോൾ ഭയങ്കര സ്നേഹം. മറ്റേത് ഫുൾ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പം ആ പഴയ പോലത്തെ തന്നെ താലോലിക്കലും പഞ്ചാര വർത്താനം പറയാനും സമയമില്ലാർക്കും. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യണ്ടേ. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ സ്നേഹം കുറയണ സ്നേഹം ചിലർ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് പറയും. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിലൊന്നും അത് ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ലെന്നേ. വല്ലപ്പോഴും ഒന്ന് ഫോൺ വിളിച്ച് ചോറുണ്ടോ എന്ന് ചോദിക്കണം, അത് വേണേൽ ഇഷ്ടപ്പെട്ടു സന്തോഷത്തോടെ ഇരിക്കുക, അതും ഓർത്തോണ്ടിരിക്കുക. അല്ലാണ്ട് ഏത് സമയം ഓഫീസിലിരുന്നിട്ടോ അല്ലെങ്കിൽ പണിസ്ഥലത്ത് നിന്നിട്ടോ ഏത് സമയം എടി ചോറുണ്ടോടി മുത്തേ പൊന്നെ എന്ത് നടക്കും, എവിടെ നടക്കും? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വിചാരിക്കുന്നത്. അപ്പം സ്നേഹം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഓർക്കണം, എപ്പോഴും എല്ലാവർക്കും കിട്ടുന്നതൊന്നും അല്ല ഇത്, എല്ലാവർക്കും കിട്ടുന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ അഭിനയങ്ങളും കൂടെ ഉണ്ട്. അഭിനയിക്കാൻ കഴിയുന്ന മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ. വേറൊരു ജീവിക്കും ഇത്ര ബെസ്റ്റായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. പുറമേ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഭർത്താവ് ഭാര്യേനെ പൊന്നെ തന്നെ മന്നെ എന്നൊക്കെ വിളിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. കുറേ കഴിഞ്ഞപ്പം ഇയാൾ ഓഫീസിൽ പോയ സമയത്ത് ഈ ബസ്സിൻ്റെയൊക്കെ ഓഫീസാണ്, ഈ ട്രാവൽ ബുക്കിംഗ് ഒക്കെ നടത്തില്ലേ അങ്ങനത്തെ. അയാൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അയാളെന്തായിരുന്നു അവിടുത്തെ സ്റ്റാഫുമായിട്ടായിരുന്നു ഈ പൊന്നെ തന്നെ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഭാര്യ എടുത്ത് ഭാര്യേനെയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഇത് കണ്ടുപിടിച്ച് വലിയ പ്രശ്നത്തിലായി. അവസാനം രണ്ടായി തീർന്ന ഒരു കഥയുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, അതപ്പോൾ എല്ലാം ഒന്നും പൊന്നും തന്നും അല്ലെന്നേ. നമുക്ക് അതിൻ്റെ സാഹചര്യത്തിൽ ആവശ്യത്തിന് മതി. എന്താണേലും അമിതമായാൽ അമൃത് പോലും വിഷം. ശരിയാണ്. അപ്പം നമ്മൾ എല്ലായ്പ്പോഴും ഒന്നും കിട്ടില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ, നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക, നമ്മുടെ ജീവിതം സേഫാക്കാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ പൂച്ചപ്പൻ എൻ്റെ അടുത്ത് വന്നു, പാല് കുടിക്കേണ്ട സമയമായി നോക്കണമെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.